മുസ്ലിം സംവരണം സംബന്ധിച്ച് പുനർചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചതായി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. ഹിന്ദുക്കൾ ഒന്നിച്ചില്ലെങ്കിൽ ഭാരതം പാകിസ്ഥാനാകുമെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. അതേസമയം ഗിരിരാജ് സിംഗിന്റെ പരാമർശമുയർത്തി മുസ്ലിം വോട്ട് ബാങ്ക് രാഷ്ട്രീയം ശക്തമാക്കുകയാണ് കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ സഖ്യം. മുസ്ലിം വിഭാഗങ്ങൾക്ക് നൽകുന്ന സംവരണം ഹിന്ദുക്കൾക്ക് നേരെയുള്ള അക്രമങ്ങളാകുമെന്നാണ് ഗ്രാമവികസന വകുപ്പ് മന്ത്രി ഗിരിരാജ് സിംഗ് ചൂണ്ടിക്കാട്ടിയത്. അതിനാൽ തന്നെ മുസ്ലിം സംവരണം സംബന്ധിച്ച് പുനർചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചെന്നും ഹിന്ദുക്കൾ ഒന്നിച്ചു നിന്ന് മുസ്ലിം സംവരണത്തിനെതിരെ പോരാടിയില്ലെങ്കിൽ ഭാരതം പാകിസ്ഥാനാകുമെന്നും മന്ത്രി പറഞ്ഞു. देखिए, अब समय आ गया है. अब मुसलमानों को पुनर्विचार हो और किसी भी तरह से आरक्षण मिल रहा है वो नाजायज है. ये हिंदुओं पर प्रहार है. लालू यादव जैसे लोग जो मुस्लिम परस्त हो गए हैं, कांग्रेस जैसे लोग जो मुस्लिम परस्त हो गए हैं, अब समय आ गया है कि सनातनी हिंदू पिछड़े वर्ग का हो या अगड़े वर्ग का हो, अगर एकजुट होकर के मुस्लिम आरक्षण का विरोध नहीं किए तो आने वाले दिन में ये भारत को पाकिस्तान बना देंगे. ആറാം ഘട്ട തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കേന്ദ്രമന്ത്രി നടത്തിയ പ്രസ്താവന ഉയർത്തിക്കാട്ടി കോൺഗ്രസും പ്രചരണം ശക്തമാക്കി. മന്ത്രിയുടെ വാക്കുകളെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ശക്തമാക്കുവാനുള്ള ഉപാധിയായാണ് കോൺഗ്രസ് ഉപയോഗപ്പെടുത്തുന്നത്. കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന മുസ്ലിം വിഭാഗങ്ങൾക്ക് എതിരാണെന്നും BJPയെ തകർക്കുക മാത്രമാണ് പോംവഴിയെന്നും കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നു. ഗിരിരാജ് സിംഗിന്റെ വാക്കുകൾ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ ഏകീകരണം ബലപ്പെടുത്തുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. ജനം, ഡൽഹി.